കഴിഞ്ഞ ശ്രീ ജോലറ്റ് എബ്രഹാം ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ഒരു മിഷൻ മുമ്പോട്ട് വെച്ചിരുന്നു. അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരിടം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് നമ്മളുടെ ഒരു ഓഫീസ് കെട്ടിടം കണ്ടെത്താനായി. വളരെ പ്രശ്നങ്ങളില്ലാതെ നമ്മളത് ഗംഭീരമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഈ കമ്മിറ്റി, അതായത് 2026-27 കമ്മിറ്റി, അവർക്കൊരു താങ്ക്സ് പറയുന്നുണ്ട്. അതൊരു സ്ക്രീൻ പ്ലേയിലൂടെയാണ്. അപ്പോൾ അതിനെപ്പറ്റി 2 വാക്ക് തോമസ് ചേട്ടൻ നിങ്ങളോട് സംസാരിക്കും. ഒരിക്കൽ കൂടി നമസ്കാരം. എനിക്ക് തോന്നുന്നു 2026 ഏപ്രിൽ 26 it was a history made for Kerala Association of Kenya. Can we clap for that? 2026 April 26 was a day that we all feel proud of being a part of Kerala Association of Kenya in this country. And this was not an easy task. You all know what was the dream. നമ്മൾ കേരള ഹൗസ് എന്നൊരു സിനിമ നമ്മൾ കണ്ടു. അതിൻ്റെ പിന്തുടർച്ചയാണ് നവോദയം എന്നൊരു സിനിമയിലേക്ക് നമ്മൾ കടന്നത്. There was a lot of dreams behind it. There was a lot of efforts behind it. And finally, it has come true. And each one here, all of us, are really, really proud of being a part of this big initiative under the able leadership of our hero, Jolet Abraham and his team. What a fantastic achievement they had. And I think this Pudiya committee, I think that deserves, that they really wanted to give them a great salute. And it's not only this new committee. We all, നമ്മളെല്ലാവരും നമ്മൾ പറയില്ലേ, we should feel such a pumped that we have a place here. And that place has been happened just because of a great efforts, leadership quality, as well as the great efforts from the committee, along with a great support from all of us gathered here. So it's time to see and have a good round of applause to the entire team led by Jolet Abraham. Thank you so much. ഇത്രയും വലിയ ലോകത്തിലെ ഒരു ചെറിയ പച്ചപ്പിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കടൽ കടന്ന് ലോകം ഇരുണ്ടുപോകണമെന്ന് മുദ്രകുത്തിയ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തേക്ക് തൊഴിൽ തേടിയെത്തിയ ഒരു കൂട്ടം മലയാളികൾ. ചരിത്രം നോക്കിയാൽ ഏതാണ്ട് 1 നൂറ്റാണ്ടിന് മുൻപ് തന്നെ കെനിയയിൽ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് കാണാം. കെനിയൻ മണ്ണിൽ ജീവിതം തുടങ്ങിയ മലയാളി കൂട്ടുകെട്ടുകൾ വളർന്ന് 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് കേരളം എന്നത് ചരിത്രത്തിൽ ഇടം നേടുന്നതിനു മുൻപ്, ഒരു പൊന്നോണ നാളിൽ കേരള അസോസിയേഷൻ ഓഫ് കെനിയ എന്ന പ്രസ്ഥാനത്തിന് വിത്തുപാകി. അതങ്ങ് വളർന്നു പന്തലിച്ച് കെനിയൻ മണ്ണിൽ ആഴത്തിൽ വേര് പിടിപ്പിച്ചു. കെനിയൻ മണ്ണിൽ കേരളത്തിന്റെ കലാ, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് പകരം വെക്കാനില്ലാത്ത സേവനങ്ങൾ ചെയ്യുന്നു. ഒപ്പം ജന്മം നൽകിയ നാടിനോടുള്ള കടപ്പാടും കെനിയയിലെ മലയാളി സമൂഹം മറന്നുപോയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് നേട്ടങ്ങൾ സ്വായത്തമാക്കിയെങ്കിലും കെയുടെ ഓരോ അംഗത്തിന്റെയും ഉള്ളിലുള്ള ഒരാഗ്രഹം, സ്വന്തമായി ഒരു മേൽവിലാസം, അത് സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് വേണമെന്നുള്ളതായിരുന്നു. വർഷങ്ങളായി പല കമ്മിറ്റികളും അതിനായി ശ്രമിച്ചു. അതിനുവേണ്ടിയുള്ള ഫണ്ട് കൂട്ടി വെച്ചു. അങ്ങനെ 2025-26 കമ്മിറ്റി ആ സ്വപ്നം പൂർത്തിയാക്കാൻ മുന്നിട്ടിറങ്ങി. It's about time, and we have to change that. We need a place that we can call that's a Kerala Association office. It's taken 71 years to think about it, but yes, let's start thinking about it. Are you on this with me? Are you on this with me? Can we do this? നൂറുകണക്കിന് അഭ്യുതകാംക്ഷികളുടെ കൂട്ടായ സഹായത്തിലും സഹകരണത്തിലും ഒപ്പം പഴയ കമ്മിറ്റികളുടെ നീക്കിയിരിപ്പിലും കെ അംഗങ്ങളുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. കേരള അസോസിയേഷൻ ഓഫ് കെനിയയ്ക്ക് ഇനി സ്വന്തം ഓഫീസ് തലസ്ഥാന നഗരമായ നെയ്റോബിയിലാണ് പുതിയ ഓഫീസ് സമുച്ചയം. അസോസിയേഷൻ ചെയർമാൻ ജോലറ്റ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കേരള അസോസിയേഷൻ ഓഫ് കെനിയയെ സംബന്ധിച്ച് ഇന്നൊരു ചരിത്ര ദിവസമാണ്. ഇന്ന് കേരള അസോസിയേഷന്റെ ഒരു ഓഫീസ് തലസ്ഥാന നഗരമായ നൈറോബിയിൽ തുറന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കേരള അസോസിയേഷൻ ചെയർമാൻ ജോലറ്റ് എബ്രഹാം എന്താണ് പറയാനുള്ളത്? നമസ്കാരം.
വളരെ വളരെ അഭിമാനമുണ്ട്. Unity is strength. When there is a teamwork and collaboration, wonderful things can be achieved. അതെ, ഒരു കൂട്ടായ്മയുടെ വിജയം. അതാണ് കേരള ഹൗസ്. നന്ദി. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കൂടെ കൂടിയ എല്ലാവർക്കും, ഇതിനു വേണ്ടി പ്രവർത്തനം നടത്തിയ എല്ലാ മുൻ കമ്മിറ്റികൾക്കും, പ്രത്യേകിച്ച് ശ്രീ ജോയ്ലറ്റ് എബ്രഹാം ചെയർമാനായ 2025-26 കമ്മിറ്റിക്കും 2026-27 കേരള അസോസിയേഷൻ ഓഫ് കെനിയ കമ്മിറ്റിയുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.